നമസ്കാരം. ഇന്ന് നമ്മൾ കഴിവ് എന്ന വിഷയത്തെക്കുറിച്ചാണ് കുറച്ചുകൂടി ആഴത്തിൽ സംസാരിക്കുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ആ ഒരു കഴിവ്, ആ സാധ്യത, അതെങ്ങനെ പുറത്തെടുക്കാം? അതിന് പ്രവർത്തനം എത്രത്തോളം പ്രധാനമാണ്? ഇതിനായി നമ്മൾ ആക്ഷൻ വീഡിയോ ബുക്ക് ഭാഗം 5, പിന്നെ ദ 6 മന്ത്രാസ് ഓഫ് ആക്ഷൻ പോലുള്ള ചില സ്രോതസ്സുകളാണ് പ്രധാനമായും നോക്കുന്നത്. ഈ കഴിവ് സീരീസ് അതൊരു ഇന്റർനാഷണൽ അക്കാഡമി പ്രോജക്റ്റ് ആണ്. ജീവിതത്തിലെ ചെറിയ കാര്യങ്ങളിൽ ശ്രദ്ധിച്ച് വലിയ മാറ്റങ്ങൾ എങ്ങനെ കൊണ്ടുവരാമെന്ന് നോക്കുന്ന ഒന്ന്. അപ്പോ ഇന്നത്തെ നമ്മുടെ ലക്ഷ്യം ഈ പ്രവർത്തനത്തിന്റെ പ്രാധാന്യം ഒന്നുകൂടി ഉറപ്പിക്കുക, പിന്നെ ആക്ഷൻ എന്ന ആ 6 അക്ഷരങ്ങൾ അത് നമ്മുടെ കഴിവ് പുറത്തെടുക്കാൻ എങ്ങനെ സഹായിക്കുമെന്ന് കണ്ടെത്തുക എന്നതാണ്. കാരണം ഈ സ്രോതസ്സുകളൊക്കെ പറയുന്നത് പോലെ വാക്കുകളല്ല പ്രധാനം, പ്രവർത്തികളാണ്, അല്ലേ? ആണല്ലോ. ഈ കഴിവ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലെ ഒരു ശേഷിയാണ്, ഒരു പൊട്ടൻഷ്യൽ. അപ്പോ പ്രവർത്തനം ഇതിനെ എങ്ങനെയാണ് പുറത്തു കൊണ്ടുവരുന്നത്? ഈ ആക്ഷൻ എന്ന ചട്ടക്കൂട് അതിനെങ്ങനെ സഹായിക്കും? നമുക്കതൊന്ന് വിശദമായി നോക്കാം. ശരി. ഈ സ്രോതസ്സുകൾ ആക്ഷൻ എന്ന വാക്കിനെ വെറുമൊരു വാക്കായല്ല കാണുന്നത്, അല്ലേ? 6 ജീവിത മന്ത്രങ്ങൾ പോലെയാണ്. നമുക്ക് ആദ്യത്തെ അക്ഷരത്തിൽ നിന്ന് തുടങ്ങാം. എ, അവയർനെസ്, അതായത് അവബോധം. അവബോധം നമ്മുടെ ചിന്തകളെ പറ്റി, നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളെ പറ്റി, അതുപോലെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, അതിന്റെ ഒരു സ്വാധീനം, ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു വ്യക്തമായ ധാരണ. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, അത് മറ്റുള്ളവരെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെ കുറിച്ചുള്ള ഒരു ബോധ്യം. അതെ, സിമ്പിളായി പറഞ്ഞാൽ നമ്മൾ സ്നേഹത്തോടൊരു വാക്ക് സംസാരിക്കുന്നത് പോലും മറ്റൊരാൾക്ക് എത്ര ഊർജം നൽകും എന്ന് തിരിച്ചറിയുന്നത്, അതും ഈ അവബോധത്തിന്റെ ഭാഗമാണ്. ഇത് വളർത്താൻ ചില എളുപ്പ വഴികളുണ്ട്. ദിവസവും ഒരു 5 മിനിറ്റ് നമ്മൾ ഇന്ന് ചെയ്ത കാര്യങ്ങൾ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോ എന്ന് ജേർണലിൽ കുറിക്കുന്നത്, അല്ലെങ്കിൽ ഇടയ്ക്ക് നമ്മുടെ ശ്വാസം ഒന്ന് ശ്രദ്ധിക്കുന്നത്, അതുമല്ലെങ്കിൽ ഒരു അലാറം വെച്ചിട്ട് ഇടയ്ക്കിടെ ഞാൻ ഇപ്പോ എന്താ ചെയ്യുന്നത് എന്ന് സ്വയം ചോദിക്കുന്നത് പോലും, ഇതൊക്കെ നല്ലതാണ്. ശരിയാണ്. അപ്പോ അവബോധം കഴിഞ്ഞാൽ അടുത്തത് സി, കമ്മിറ്റ്മെന്റ്, പ്രതിബദ്ധത അല്ലെങ്കിൽ സമർപ്പണം. കമ്മിറ്റ്മെന്റ് ലക്ഷ്യങ്ങളോടുള്ള ഒരു ഉറച്ച നിലപാട്. വെറുതെ ആഗ്രഹിച്ചാൽ മാത്രം പോരല്ലോ. അതെ, അതിനുവേണ്ടി ഉറച്ചു നിൽക്കണം. അതെ, തോൽവികൾ ഉണ്ടായാലും മുന്നോട്ട് പോകാനുള്ള ഒരു വാഗ്ദാനം സ്വയം നൽകുന്ന ഒന്ന്. ഇത് പ്രാവർത്തികമാക്കാൻ ഒരു വഴിയുണ്ട്. നമ്മുടെ ലക്ഷ്യങ്ങൾ ഒരു ചെറിയ കാർഡിൽ എഴുതി എപ്പോഴും കാണുന്നൊരിടത്ത് വെക്കുക. നല്ല ഐഡിയ ആണല്ലോ. അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യം ഒരു സുഹൃത്തുമായിട്ട് പങ്കുവെക്കാം. എന്നിട്ട് അതിന്റെ പുരോഗതി ഇടയ്ക്കിടെ അവരെ അറിയിക്കുന്നത് ഒരു അക്കൗണ്ടബിലിറ്റി കൂട്ടും. ശരി ശരി. യോഗയൊക്കെ ചെയ്യുന്ന പോലെ ഒരു കാര്യം സ്ഥിരമായി ഒരു ചിട്ടയോടെ ചെയ്യുന്നത് പോലെ ഇതിനെയും കാണാം. കമ്മിറ്റ്മെന്റ് കഴിഞ്ഞാൽ പിന്നെ ടി ആണല്ലേ, ടെനാസിറ്റി, ദൃഢനിശ്ചയം. അതെ, ടെനാസിറ്റി, അതായത് തടസ്സങ്ങൾ വരുമ്പം തളരാതെ മുന്നോട്ട് പോകാനുള്ള ഒരു കരുത്ത്. തോൽവികളെ ഇവിടെ ഒരു പരാജയമായിട്ടല്ല കാണുന്നത്. അല്ല, തോൽവികൾ ശരിക്കും പഠിക്കാനുള്ള പാഠങ്ങളാണ് എന്നൊരു കാഴ്ചപ്പാടാണ് പ്രധാനം. ഈ ദൃഢനിശ്ചയം വളർത്താൻ എല്ലാ ദിവസവും ഒരു ചെറിയ വെല്ലുവിളി ഏറ്റെടുക്കാം. ചിലപ്പോ അത് കുറച്ച് പുഷപ്പുകൾ അധികം എടുക്കുന്നത് പോലെ സിമ്പിൾ ആകാം. പിന്നെ എന്തെങ്കിലും തിരിച്ചടി ഉണ്ടായാൽ അതിൽ നിന്ന് എന്ത് പഠിച്ചു എന്നൊരു ഫെയിലിയർ ലോഗ് പോലെ എഴുതി വെക്കുന്നത് നല്ലതാണ്. നമ്മൾ യാത്ര പോകുമ്പോ ഒരു എമർജൻസി പ്ലാൻ, ഒരു പ്ലാൻ ബി കരുതുന്നില്ലേ, അതുപോലെ. മനസ്സിലായി. അപ്പൊ അവയർനെസ്, കമ്മിറ്റ്മെന്റ്, ടെനാസിറ്റി. അടുത്തത് ഐ, ഇന്റൻഷൻ, ഉദ്ദേശം. ഇന്റൻഷൻ എന്തിനാണ് നമ്മൾ ഒരു കാര്യം ചെയ്യുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു വ്യക്തത. ഓരോ പ്രവൃത്തിക്കും പിന്നിൽ ഒരു ലക്ഷ്യം വേണം. തീർച്ചയായും. ഉദ്ദേശമില്ലാത്ത പ്രവർത്തനം എന്ന് പറഞ്ഞാല് അത് ലക്ഷ്യമില്ലാത്തൊരു യാത്ര പോലെയാണ്. ഇത് ജീവിതത്തിൽ കൊണ്ടുവരാൻ ഒരു ദിവസം തുടങ്ങുമ്പോൾ 1-2 പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങൾ മനസ്സിൽ ഉറപ്പിക്കാം. ഉദാഹരണത്തിന്, ഇന്ന് ഞാൻ എല്ലാവരോടും സ്നേഹത്തോടെ സംസാരിക്കും എന്നൊരു തീരുമാനം. ശരി. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രധാന തീരുമാനം എടുക്കുന്നതിന് മുൻപ് ഇതെന്റെ വലിയ ലക്ഷ്യവുമായി ചേർന്നതാണോ എന്ന് സ്വയം ചോദിക്കുന്നത്. ഒരു ഡിസിഷൻ ട്രീ പോലെ. അതെ, യോഗയിലൊക്കെ സങ്കല്പം എടുക്കുന്ന പോലെ നമ്മുടെ ഉദ്ദേശത്തെ മനസ്സിലൊന്ന് ഉറപ്പിക്കുന്നത് നല്ലതാണ്. ഇനി വരുന്നത് ഓ, ഓർഗനൈസേഷൻ, ആസൂത്രണം. ആസൂത്രണം. സ്വപ്നം കാണാനൊക്കെ എളുപ്പാ, പക്ഷെ അത് നടപ്പാക്കണമെങ്കിൽ ഒരു ചിട്ടയായ പ്ലാനിംഗ് വേണം. ഇവിടെ ടീം വർക്കിന്റെ കാര്യവും പറയുന്നുണ്ടല്ലോ. ഉണ്ട്. കാര്യങ്ങളൊന്ന് ഓർഗനൈസ് ചെയ്യുക.
ഒരു ഡെയിലി പ്ലാനർ ഉപയോഗിച്ച് ദിവസത്തെ പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ ആദ്യം തന്നെ ലിസ്റ്റ് ചെയ്യാം. വലിയ ലക്ഷ്യങ്ങളെ ചെറിയ ചെറിയ സ്റ്റെപ്പുകളായിട്ട് മാറ്റുന്നത് എളുപ്പമാക്കും. ഇപ്പൊ ഒരു പുസ്തകം എഴുതണമെങ്കിൽ ദിവസവും ഒരു 100 വാക്ക് എഴുതാൻ തീരുമാനിക്കുന്നത് പോലെ. ശരിയാണ്. പിന്നെ കുടുംബവുമായോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരുമായോ ആഴ്ചയിൽ ഒരിക്കൽ ഇരുന്ന് പ്ലാനുകൾ ചർച്ച ചെയ്യുന്നത്, അതും ഈ ഓർഗനൈസേഷന്റെ ഭാഗമാണ്. അവസാനത്തെ അക്ഷരം N, നറിഷ്മെന്റ്, പോഷണം. നറിഷ്മെന്റ്. ഇത് നമ്മൾ സാധാരണ ഭക്ഷണം കഴിക്കുന്ന പോഷണം മാത്രമല്ലല്ലോ, കുറച്ചുകൂടി വലിയ അർത്ഥമുണ്ടല്ലേ? തീർച്ചയായും. ശാരീരികവും മാനസികവുമായ ആരോഗ്യം അത് നിലനിർത്തുക എന്നത് വളരെ പ്രധാനമാണ്. അതോടൊപ്പം സ്വയം വളർച്ചയ്ക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുക, പിന്നെ മറ്റുള്ളവരെ സഹായിക്കുക, സമൂഹത്തിന് എന്തെങ്കിലും നല്ലത് ചെയ്യുക, ഇതൊക്കെ ഈ പോഷണത്തിൽ വരും. എങ്ങനെയാണ് ഇത് പ്രാവർത്തികമാക്കുക? ദിവസവും ഒരു 10 മിനിറ്റ് സെൽഫ് കെയറിന് വേണ്ടി മാറ്റിവെക്കാം. അതൊരു ചെറിയ നടത്തമാകാം, ആരോഗ്യകരമായ എന്തെങ്കിലും കഴിക്കുന്നതാകാം, അല്ലെങ്കിൽ നമ്മൾ അറിയാത്ത ഒരാൾക്ക് ഒരു ചെറിയ സഹായം ചെയ്യുന്നത്, ഒരു റാൻഡം ആക്ട് ഓഫ് കൈൻഡ്നസ്. അതും നമ്മളെയും അവരെയും ഒരുപോലെ നറിഷ് ചെയ്യും. ശരിയാണ്. പരസ്പരം പ്രോത്സാഹിപ്പിക്കാനും സപ്പോർട്ട് ചെയ്യാനും ഒരു ചെറിയ നറിഷ്മെന്റ് ഗ്രൂപ്പ് പോലെ ഉണ്ടാക്കുന്നതും നല്ലതാണ്. അപ്പോ ഈ ആക്ഷൻ, അതായത് അവയർനെസ്, കമ്മിറ്റ്മെന്റ്, ടെനാസിറ്റി, ഇന്റൻഷൻ, ഓർഗനൈസേഷൻ, നറിഷ്മെന്റ്, ഇവയെല്ലാം ചേരുമ്പോൾ അതൊരു വെറും വാക്കല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലെ യഥാർത്ഥ കഴിവ് പുറത്തെടുക്കാനുള്ളൊരു ഒരു പ്രായോഗിക വഴികാട്ടി തന്നെയാണ്. വളരെ ശരിയാണ്. അതാണ്. തീർച്ചയായും. ഈ ആക്ഷൻ ചട്ടക്കൂട് നോക്കിയാൽ അത് വ്യക്തിയുടെ ഒരു ഹോളിസ്റ്റിക് ഗ്രോത്തിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ കർമ്മയോഗ സിദ്ധാന്തം പോലെയാണ്. അതായത് ഫലത്തെക്കുറിച്ച് അധികം ആശങ്കപ്പെടാതെ നമ്മുടെ പ്രവൃത്തിയിൽ ശ്രദ്ധിക്കുക. അതുപോലെ ക്രിട്ടിക്കലായി ചിന്തിക്കാനും സാമൂഹികമായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനും ഒക്കെ ഇത് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഈ ആശയങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുമ്പോൾ ഓർക്കാൻ ഈ സ്രോതസ്സുകളിൽ നല്ലൊരു ചിന്തയുണ്ട്. എന്താണത്? ഓരോ നിമിഷവും ഒരു സമ്മാനമായിട്ട് കാണുക. നമ്മൾ എടുക്കുന്ന ഓരോ ശ്വാസവും ഒരു അനുഗ്രഹമായിട്ട് കരുതുക. ഈ ഒരു മനോഭാവം അത് നമ്മുടെ പ്രവൃത്തികൾക്ക് കൂടുതൽ അർത്ഥം നൽകും. വളരെ മനോഹരമായ ചിന്തയാണത്. അപ്പോ ഈ ചർച്ച കേൾക്കുന്ന നിങ്ങൾക്ക് സ്വയം ചോദിക്കാവുന്ന ഒരു ചോദ്യം ഇതാണ്: നിങ്ങളുടെ ദിവസങ്ങളിൽ ഈ പറഞ്ഞ ആക്ഷൻ തത്വങ്ങൾ, അവബോധം, പ്രതിബദ്ധത, ദൃഢനിശ്ചയം, ഉദ്ദേശം, ആസൂത്രണം, പോഷണം, ഇതൊക്കെ എങ്ങനെ കുറച്ചുകൂടി ബോധപൂർവം കൊണ്ടുവരാൻ സാധിക്കും? നിങ്ങളുടെ ആ തനതായ കഴിവ് അത് പുറത്തെടുക്കാൻ സഹായിക്കുന്ന എന്ത് ചെറിയ എന്നാൽ സ്ഥിരമായ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ഇന്ന് തന്നെ തുടങ്ങാൻ കഴിയും? ഒന്ന് ആലോചിച്ചു നോക്കൂ.